ഒരുപക്ഷെ നിങ്ങൾക്ക് ബാഡ് മസിൽ ജെനറ്റിക്സ് ആയിരിക്കാം. അതിന്റെ 3 ലക്ഷണങ്ങൾ പറയാം. വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായി മറക്കാതെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. 1. സ്മോൾ മസിൽ ഇൻസർഷൻ. ഇതിനർത്ഥം നിങ്ങളുടെ മസിൽസ് സാധാരണ വലുപ്പത്തിലും ചെറുതായിരിക്കും. അതായത് പൂർണ്ണമായും നിങ്ങളുടെ ലിംബ് നിറഞ്ഞു നിൽക്കില്ല. ഇത് കണ്ടുപിടിക്കാൻ സ്ഥിരം ചെയ്യുന്നത് പോലെ ബൈസെപ്സ് ഫ്ലെക്സ് ചെയ്യുക. ഈ കാണുന്ന ഗ്യാപ്പിൽ 1-2 വിരലുകൾ ഫിറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ മസിൽ ഇൻസർഷൻ ആണ്. ഇനി 3-4 വിരലുകൾ ഫിറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഷോർട്ട് മസിൽ ഇൻസർഷൻ ആണെന്നാണ്. രണ്ടും സ്ട്രോങ് തന്നെയാണ്, പക്ഷേ കാഴ്ചയിൽ വലുപ്പത്തിന് വ്യത്യാസമുണ്ടാവും. 2. ഷോർട്ട് ക്ലാവിക്കൽസ്. അതായത് നിങ്ങളുടെ കോളർ ബോൺ വേസ്റ്റിനേക്കാൾ ബ്രോഡർ ആയിരിക്കില്ല. ഇതിനർത്ഥം നിങ്ങൾ സ്ട്രോങ് അല്ല എന്നതല്ല. എഫർട്ട്ലെസ്ലി നിങ്ങൾക്ക് ആ ഒരു വി ടേപ്പർ എസ്തെറ്റിക് ഉണ്ടായിരിക്കില്ല. ബട്ട് ഡോണ്ട് വെറി, ഇത് ഫിക്സ് ചെയ്യാൻ ഡെൽറ്റ്സ് ആൻഡ് അപ്പർ ബാക്കിനെ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്ത് ബ്രോഡർ ആക്കി എടുക്കാവുന്നതാണ്. 3. സ്മോൾ കാഫ്സ്. എത്രയൊക്കെ ട്രെയിൻ ചെയ്താലും കാഫ് മസിൽസ് ഫുള്ളർ ആൻഡ് റൗണ്ടർ ആകുന്നില്ല. ഇത് ശരിക്കും ഒരു ജനറ്റിക് ലോട്ടറി മസിൽ ഗ്രൂപ്പ് തന്നെയാണ്. ഇത് ഫിക്സ് ചെയ്യാൻ വീക്കിലി 2-3 തവണ കാഫ് മസിൽസിനെ ട്രെയിൻ ചെയ്യുക, റെപ്സ് കൂട്ടുക. ഓൾസോ ലോങ് സോക്സ് വെയർ ചെയ്യുന്നത് വിഷ്വലി കാഫ്സിനെ റൗണ്ടർ ആൻഡ് ബാലൻസ്ഡ് ആയി കാണിക്കുന്നു. നിങ്ങൾക്ക് ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആയി കിട്ടിയ മസിൽ ഗ്രൂപ്പ് ഏതാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഫോളോ ഫോർ മോർ.